കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിലായിരിക്കും എന്ന കുരിശിൽ നിന്നുള്ള അന്ത്യമൊഴി ഇന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുരിശിൽ കിടക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം പർദീസ ആയിരിക്കണം. ഹൃദയങ്ങൾ കവർന്നതിന് ക്രിസ്തുവും ലോകം കവർന്നതിന് മറ്റു രണ്ടുപേരും. ഒരാളെ നല്ല കള്ളനെന്നും മറ്റേയാളെ മോശം കള്ളനെന്നും ജനം വിളിക്കാൻ തുടങ്ങി. തസ്കര വംശത്തിലെ ഈ വേർതിരിവിന് കാരണം ഒരു കള്ളന്റെ പ്രാർത്ഥനയും അതിനവന് ലഭിച്ച മറുപടിയുമാണ്. ക്രൂശിതന്റെ ആദ്യമൊഴി ഇരുവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആഴം ഗണിക്കാനാവാത്ത സ്നേഹത്തിന്റെ മാപ്പ് നൽകുന്ന മൊഴി. കഠിനയാതനയിലും ക്രൂരമർദ്ദനത്തിലും മാപ്പ് നൽകണമെങ്കിൽ അവൻ സാധാരണക്കാരനാവില്ല എന്നു മനസ്സിലാക്കിയവനാണ് വലതുവശത്തെ കള്ളൻ. നിഷ്കളങ്കതയെ ക്രൂശിക്കുമ്പോഴും സംയമനത്തോടെ ക്ഷമിക്കാൻ ദൈവസ്നേഹത്തിനേ കഴിയൂ. പിന്നെ അയാൾ മടിച്ചില്ല. നിലവിളിക്കാൻ തുടങ്ങി, നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും മറന്ന് സുഹൃത്തുക്കളെ ഓർത്തെടുക്കണമേ എന്നാണ് പ്രാർത്ഥന. വേദനയുടെ മുള്ളിനെ പൂവാക്കി മാറ്റുന്ന ക്രൂശിതന്റെ രാജ്യമാണ് നല്ല കള്ളന്റെ സ്വപ്നഭൂമി. ഇടതുവശത്തെ കള്ളനാകട്ടെ അത് മനസ്സിലായില്ല. അവനത് അവഗണിച്ചു. കുരിശിൽ നിന്നും കീഴോട്ടിറങ്ങാൻ കൃപ യാചിച്ചുകൊണ്ടിരുന്നു. നല്ല കള്ളൻ തന്നെ മുകളിലേക്കെടുക്കാനും പ്രാർത്ഥിച്ചു. നമ്മെ മുകളിലേക്കെടുക്കാനല്ലേ ക്രിസ്തു വന്നത്? ഒരാൾ സ്വീകാര്യനും മറ്റേയാൾ തിരസ്കൃതനുമായി. കുരിശിന്റെ ആദ്യമൊഴിയാണ് രണ്ടാമത്തേതിന് വഴി തുറന്നത്. തന്നോട് സ്വർഗം ചോദിക്കാൻ ഒരു വിമുഖതയും വേണ്ട എന്ന് ക്രൂശിതന്റെ ആ തകർക്കപ്പെട്ട മുഖം അപ്പോഴും പറയുന്നുണ്ടായിരുന്നു. എന്നെ ദ്രോഹിക്കുന്നവർക്ക് എന്നോട് ക്ഷമ പറയാൻ എൻ്റെ മുഖം അവനെ അനുവദിക്കുമോ? നമ്മുടെ ഹൃദയം ഇനിയും സ്നേഹമായിട്ടില്ല. മുഖവും പരിക്കേറ്റ സ്നേഹത്തിൻ്റെ മുഖമാണ് നമ്മുടേത്. ക്രിസ്തു രണ്ടുപേരോടും ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരുവനുള്ള മൊഴിക്ക് മാത്രമേ അവസരമുണ്ടായുള്ളൂ. പർദീസായിലേക്ക് യാത്ര ചെയ്യാൻ ആരും വൈകിയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് നല്ല കള്ളനോടുള്ള മൊഴിയുടെ അർത്ഥം. നീ അവനിലേക്ക് അവസാന മണിക്കൂറിൽ പ്രവേശിച്ചാലും നിന്നെ കാത്തിരിക്കുന്ന ആത്മീയ അനുഭൂതികളുടെ ധനാറ ഒന്നു തന്നെയാണ്. പക്ഷേ നിരന്തരം അവസരങ്ങൾ പാഴാക്കുന്നവർക്ക് ഇനിയും കിട്ടുമെന്ന് ഉറപ്പില്ല. മാത്രവുമല്ല,
കുരിശിൽ കയറുമ്പോൾ പറുദീസ ലക്ഷ്യം വെച്ച് ഒരു പ്രാർത്ഥന ഉരുവിടണമെങ്കിൽ ജീവിതത്തിൻ്റെ സാധാരണ ദിനങ്ങളിൽ നാം അത് ശീലിച്ചേ മതിയാകൂ. ജീവിതകാലത്ത് ചേർത്ത് പിടിക്കാത്ത ക്രിസ്തുവിനെ മരണനേരത്ത് കണ്ടെത്തുക അത്ര എളുപ്പമാവില്ല. തസ്കരന്മാരിൽ ഒരാൾ ജീവിച്ചതുപോലെ മരിച്ചു, അപരൻ ജീവിക്കാൻ ആഗ്രഹിച്ചതുപോലെയും. പറുദീസ എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ പൂന്തോട്ടം എന്നാണ് അർത്ഥം. നല്ല തീരുമാനമെടുക്കാൻ പലപ്പോഴും അവൻ ശ്രമിച്ചിട്ടുണ്ടാവണം, പക്ഷേ നടന്നില്ല. അവൻ്റെ മനസ്സു പതറി, പ്രവൃത്തികൾ പിഴച്ചു. എന്നിട്ടും ക്രൂശിലേക്കാണ് ആ വൃക്ഷം ചാഞ്ഞു നിന്നത്. അതുകൊണ്ട് അതൊടിഞ്ഞു വീണതും ആ ക്രൂശിൽ തന്നെ. ഇടതുവശത്തെ കള്ളനായി ക്രിസ്തു കാത്തുവെച്ച രക്ഷാവചനം ഉരുവിടാൻ അവനായില്ല. കാരണം അവൻ ഉള്ളിൽ സൂക്ഷിച്ചതു തന്നെയാണ് അന്ത്യത്തിലും പറഞ്ഞത്. ദൈവഭയമില്ലാത്ത വാക്കുകൾ, രക്ഷകന്റെ മാർഗത്തെ തടയുന്ന പാഴ്വചനങ്ങൾ. പറഞ്ഞു ശീലിച്ചത് അവസാനത്തിലും പറഞ്ഞു, വിതച്ചതു തന്നെ കൊയ്തെടുത്തു. ദൈവമേ, ഞാൻ കാരണമാണോ പറുദീസായിക്ക് വേലി കെട്ടിയത് എന്ന ആദത്തിൻ്റെ നിലവിളിയുടെ മറുപടി കുരിശിലുണ്ട്. പറുദീസായുടെ വേലി പൊളിച്ച് രക്ഷകൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ. ആ കാത്തിരിപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രക്ഷകന്റെ രക്ഷയുടെ വഴിയിലേക്ക് നമുക്കും കരം ചേർത്ത് വയ്ക്കാം, വഴി നടക്കാം. say
നശ്വരം ഈ ജീവിതം ഊഷ്മളം ചിരവാക്കുവാൻ ഊഴിയിൽ അവതാരമായി നീ മർത്യമുക്തിയതേകുവാൻ മൃത്യുതന്നിലുമർന്നു നീ പാടിടുന്നീയോസ്തി പുനരുത്ഥിതൻ നാഥൻ എന്നും ജീവനേകാനായി സ്വയം മുറിയപ്പെടുന്നു നീ പരമദിവ്യകാരുണ്യമേ മധുരസ്നേഹപാരമ്യമേ പരികയെന്നിൽ വാഴുവാൻ തരണേ നിന്റെ കൃപാവരം മഹിതമേ കൂദാശയിൽ നാഥാ പരമദിവ്യകാരുണ്യമേ. ഓ എൻ്റെ ഈശോയെ, എൻ്റെ സർവശക്തിയോടും കൂടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീവ്രതയുടെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അവിടുന്ന് എന്നെയും സഹായിക്കണമേ. ഓ എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, എൻ്റെ സർവസ്വവുമേ, എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി അങ്ങയോട് നന്ദിയുള്ളവനായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. അങ്ങേക്കു ചേരാത്ത മമതകളും താല്പര്യങ്ങളും ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഇനി ഉണ്ടാക്കാൻ ഇടയാകാതിരിക്കട്ടെ. അവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ നല്ല അമ്മേ, എന്നെ ഇത്രയേറെ സ്നേഹിച്ച അങ്ങയുടെ തിരുക്കുമാരനോട് വിശ്വസ്തനായിരിക്കാൻ എന്നെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നിയമാവർത്തനം 2:7 പറയുന്നു. നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും എന്ന് നിയമാവർത്തനം 5-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിചാരങ്ങളും എല്ലാം അങ്ങയോടൊപ്പമായിരിക്കട്ടെ, അങ്ങയോട് കൂടെയായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓ ഈശോയെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ കൂടെ നടക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് അവസരം തന്നുവല്ലോ. ഓ എൻ്റെ സ്നേഹമേ, എൻ്റെ കർത്താവേ, എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹത്താൽ ത്രസിക്കുകയാ കർത്താവേ. എത്രമാത്രം തീവ്രതയോടെയാണ്, എന്തുമാത്രം ആഴത്തിലാണ് അങ്ങ് ഞങ്ങളെ കരുതുന്നത്, സ്നേഹിക്കുന്നതെന്ന തിരിച്ചറിവ് ഓ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, ഞങ്ങളെ താങ്ങിപ്പിടിക്കട്ടെ. ഈ ഭൂമി ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങളുടെ കൂടെ അവിടുന്നുണ്ട്. എപ്പോഴും ഞങ്ങളെ വഴി നടത്തുന്നവനാണ് അങ്ങ് എന്ന് ഉള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് ഈശോയെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ. കർത്താവേ, എന്നെ നന്നായി അറിയുന്ന നല്ല ദൈവത്തെ ഞാനും അറിയുവാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങയോട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ ആലോചന ചോദിച്ചുകൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അതേ കർത്താവെ, ഞാനും എൻ്റെ കുടുംബവും അങ്ങയെ സ്നേഹിക്കും, അങ്ങയെ സേവിക്കും. അങ്ങേക്ക് ഹിതകരമായത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് കരുതി വച്ചിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യത്തിൽ കണ്ണു നട്ടുകൊണ്ട് സ്വർഗത്തെ നോക്കി മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോഴാണ് എന്നിൽ ദുഃഖം നിറയുക, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സന്തോഷം നിറയുമെന്ന് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ് പറയുകയുണ്ടായല്ലോ. ഈ ഭൂമിയിൽ അങ്ങയോട് കൂടിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ഓരോ നിമിഷവും സ്വർഗത്തിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഈ കൊച്ചു വിശുദ്ധൻ പറഞ്ഞു. ഈശോയെ, അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഈ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷങ്ങളായി ഞാൻ കണക്കാക്കുകയാണ്. ദൈവമേ, അവിടുത്തെ കൃപ കാരുണ്യം നിറച്ചു നൽകി എല്ലാം വിട്ടുതന്ന് എല്ലാം ഉപേക്ഷിച്ച് എനിക്കായി മുഴുവനും
തന്ന് അങ്ങയുടെ ജീവനേക്കാൾ കൂടുതലായി എൻ്റെ ജീവനെ, എൻ്റെ ജീവിതത്തെ സ്നേഹിച്ച അവിടുത്തെ തിരുസന്നിധിയിൽ എൻ്റെ ജീവിതവും എനിക്കുള്ള സർവസ്വവും സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ നിന്നും അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിൽ നിന്നും അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ, അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയോടൊപ്പം ഇത്രയും സമയം ആയിരിക്കുവാൻ ഈ തിരുമണിക്കൂറിൽ അവിടുത്തെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും ഒക്കെ പ്രാപിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് ഇട നൽകിയല്ലോ. ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ഈ ഭൂമിയിൽ ആശ്വസിക്കാനായിട്ട്, ആശ്വാസം തേടാനായിട്ട്, സമാധാനം തേടാനായിട്ട് അങ്ങയുടെ സന്നിധി ഉണ്ടല്ലോ എന്നത്
ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ആശ്വാസപ്രദമായ കാര്യമാണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ കർത്താവെ. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ തിരുമുൻപിൽ ഇറക്കി വയ്ക്കുവാൻ, ആശ്വസിക്കുവാൻ, വാത്സല്യമുള്ളൊരു പിതാവിൻ്റെ, ഒരു അമ്മയുടെ വാത്സല്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിത മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനൊക്കെ അവിടുന്ന് ശക്തി തരുന്നത് കർത്താവെ ഈ ദിവ്യകാരുണ്യത്തിലൂടെയാണല്ലോ. ദിവ്യകാരുണ്യ ഈശോയെ ഏറെ സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളേക്ക് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി, സ്വർഗത്തിലേക്കുള്ള പാഥേയമായി, ദിവ്യകാരുണ്യമായി ഞങ്ങളിൽ വന്ന് വസിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു നന്ദിയുടെ ജീവിതമാക്കി പകർത്തുവാൻ എൻ്റെ നല്ല കർത്താവെ അങ്ങ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹ
ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. സ്നേഹം തന്നെയായ ഈശോയെ, അവിടുത്തെ തിരുസന്നിധാനത്തിലായിരുന്നുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല കർത്താവേ, അവിടുത്തെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ചൈതന്യത്തോടെ സ്വീകരിക്കുവാൻ, ഏറ്റുവാങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തല്ലോ. അവിടുത്തെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, തിരുക്കുരിശിൻ്റെ യോഗ്യതയാൽ ഞങ്ങളും അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്നു. ദിവ്യകാരുണ്യമായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെ വലിയ സന്ദേശവുമായി അങ്ങ് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നല്ലോ. ഈശോയെ, ഏറ്റവും നിസ്സാരമായ ഈ തിരുവോസ്തിയുടെ രൂപത്തിൽ തന്നെ അവിടുന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ, ഞങ്ങളിലായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നു. ഞങ്ങളെ കാത്തിരിക്കുന്ന, ഞങ്ങളുടെ വരവും കാത്ത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന വാത്സല്യമുള്ളൊരു പിതാവിൻ്റെ കരുതലും സ്നേഹവും ഒക്കെ ഞങ്ങളെ ദിവ്യകാരുണ്യത്തിൽ കാണുകയാ കർത്താവേ. അങ്ങ് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിനും കരുതലിനും കാരുണ്യത്തിനുമൊക്കെ ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ വേദനകൾ, കുരിശിലെ നൊമ്പരങ്ങൾ അതിതീവ്രമായിരുന്നെങ്കിലും, പട്ടാളക്കാരുടെ അടിയും തുപ്പും പരിഹാസവും ഒക്കെ ഏൽക്കേണ്ടി വന്നെങ്കിലും അതൊന്നും അങ്ങയുടെ മനസ്സിനെ തളർത്തിക്കളഞ്ഞില്ല. കാരണം അവിടുത്തെ മനസ്സിൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യ മക്കളുമായിരുന്നു. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഓ ഈശോയെ, അവിടുത്തെ വേദനകളെ മറക്കാൻ, മായ്ക്കുവാൻ അവിടുത്തെ ഹൃദയത്തിൻ്റെ സ്നേഹം അത് ഉയർന്നു നിന്നതിനാൽ വേദനകളെ അങ്ങേക്ക് മറക്കാനായി, പൊറുക്കാനായി കഴിഞ്ഞു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെയും അങ്ങയോടുള്ള സ്നേഹത്താൽ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ എന്ന്. ഓ ഈശോയെ, അങ്ങയുടെ തീവ്രമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവഹിച്ചെടുത്തുകൊണ്ട് എല്ലാം ക്ഷമിക്കാൻ, എല്ലാം മറക്കുവാൻ, എല്ലാം പൊറുക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്കും കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് കാണിച്ചു തന്ന മാതൃകയിലൂടെ, അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ ചരിക്കുവാൻ അങ്ങ് ഞങ്ങളെയും പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ഈശോയെ, എൻ്റെ പാപകരമായ ചിന്തകളാൽ എന്തുതരം മുള്ളുകളാണ് ഈ മുൾക്കിരീടത്തിൽ ഞാൻ മെടഞ്ഞു ചേർത്തത്. ദുഃഖം കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ ഈ മുള്ളുകൾ കുത്തി നോവിപ്പിക്കട്ടെ. അങ്ങയെ ദ്രോഹിക്കുവാൻ, അങ്ങയെ വിഷമിപ്പിക്കുവാൻ, അങ്ങേക്ക് വേദന കൂടുതൽ വരുത്തുവാൻ ഒരിക്കലും എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, തീവ്രമായ വേദനയാൽ കുരിശിൽ മരിക്കുവോളം നീ തൃപ്തനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓ നന്മപൂർണനെ, അനന്ത സ്നേഹമേ, നിന്നെ സ്നേഹിക്കാത്ത ഹൃദയത്തിന്
നിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയത്തിന് മറ്റെവിടെയാണ് ഇനി സ്നേഹം ലഭിക്കുക? ഈശോയെ, തീവ്രവേദനകൾക്കിടയിലും അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളനോട് അരുളി ചെയ്തു, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിൽ ആയിരിക്കുമെന്ന്. ഈശോയെ, അനുതാപം നിറഞ്ഞ ഒരു ചിന്ത, ഒരു വാക്ക് അങ്ങയെ എത്രമാത്രം സ്വാധീനിക്കുന്നു. അങ്ങയുടെ കാരുണ്യം അവരിലേക്ക് എന്തുമാത്രം ഒഴുകിയെത്തുന്നു എന്ന് ഞങ്ങളിവിടെ മനസ്സിലാക്കുകയാണ്. ഈശോയെ, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന ആ വാക്കുകളാൽ ഈശോയെ, അങ്ങയെ കർത്താവും സ്വർഗീയ രാജാവുമായി അയാൾ അംഗീകരിക്കുകയായിരുന്നുവല്ലോ. അവസാന നിമിഷം പോലും പ്രതീക്ഷ കൈവിടാതെ കൊണ്ട് ഒരു പാപിക്ക് വേണ്ടി ദാഹിക്കുന്ന, കാത്തിരിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ സ്പന്ദനമാണ് ഈശോയെ ഞങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എല്ലാം മറന്ന് അനുതാപത്തിൻ്റെ ഒരു കണിക, ഒരു സ്റ്റെപ്പ് എങ്കിലും ഒരാൾ വയ്ക്കുമ്പോൾ അങ്ങ് എത്രമാത്രം വാത്സല്യത്തോടെ, കരുതലോടെ, തീഷ്ണതയോടെയാണ് ആ മക്കളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുക. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹം എല്ലാ മക്കളും അറിഞ്ഞിരുന്നെങ്കിൽ, അനുഭവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ചങ്കു കീറി മക്കളെ സ്നേഹിച്ച വലിയ സ്നേഹക്കടലിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ മക്കൾക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്കാർക്കും സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവുകയില്ല. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുവൻ, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ജീവൻ്റെ നീർച്ചാൽ അവനിലേക്ക് ഒഴുകി കൊടുക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, എല്ലാ മക്കളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. നല്ല കർത്താവെ, ഓരോ മനുഷ്യ മക്കളും അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ, അങ്ങയുടെ കാരുണ്യം എല്ലാം അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോയെ, ആ നല്ല കള്ളന് അവിടുന്ന് അന്നു തന്നെ പർദീസായുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. സത്യമായി നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കുമെന്ന്. മറ്റൊരു ദിവസം നീ അനുതപിച്ചിട്ട് വാ, നീ കുമ്പസാരിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ ചെയ്ത പാപത്തിന് കുറച്ചുകൂടി പരിഹാരം ചെയ്യുക എന്നൊന്നും ഈശോയെ അവിടുന്ന് പറഞ്ഞില്ല. ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും ഉറപ്പ് നൽകുകയാണ്. പർദീസായുടെ വാതിലുകൾ അവനായി തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഓ ഈശോയെ, അങ്ങയുടെ കരുതലും കാവലും കാരുണ്യവുമൊക്കെ എത്ര അധികമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അവൻ പശ്ചാത്തപിച്ചു, അവൻ ഏറ്റു പറഞ്ഞു, അവൻ സ്നേഹിച്ചു, അവൻ ആശ്രയിച്ചു, അവൻ പ്രാർത്ഥിച്ചു. ഓ ഈശോയെ, ഈ വലിയ മനസ്സ് തുറവി ഞങ്ങൾക്കും തരണമേ. നിൻ്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളി വരുമ്പോൾ എന്നവൻ പറഞ്ഞപ്പോൾ മരണശേഷം യേശു ക്രിസ്തു മഹത്വപൂർണനായി തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമെന്നവൻ വിശ്വസിച്ചു. കുരിശിൽ മരിക്കുന്നതായി കണ്ടവൻ താമസംവിന രാജ്യം ഭരിക്കുമെന്നവൻ വിശ്വസിച്ചു. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഇവൻ അങ്ങനെയല്ല, ഇവൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന യേശുവിൻ്റെ നിഷ്കളങ്കത തിരിച്ചറിയാനായിട്ട് അവൻ കഴിഞ്ഞു. വിശ്വാസത്തിൻ്റെ വലിയ ആഴം അവൻ്റെ മനസ്സു കണ്ട ദൈവം അവന് പ്രദാനം ചെയ്തു. ഈശോ തന്നെ പറയുകയുണ്ടായല്ലോ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ മറ്റാർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല എന്ന്. ഇവിടെ ഈ മനുഷ്യൻ്റെ മനസ്സു കണ്ട ദൈവം പശ്ചാത്താപത്തിന്, ഏറ്റുപറച്ചിലിന് ഒക്കെ അവൻ അവസരം കൊടുക്കുകയായിരുന്നു. പാപങ്ങൾ ഏറ്റുപറയുന്നതിന് മുൻപ് മാപ്പപേക്ഷിക്കുന്നുള്ള ധൈര്യം അവനില്ലായിരുന്നുവെന്ന് നമ്മൾ വിചാരിച്ചേക്കാം. എന്നാൽ കുറ്റം ഏറ്റുപറഞ്ഞ് പാപഭാരം വലിച്ചെറിയുന്നതുവരെ എന്നെയും ഓർക്കണമേ എന്ന് പറയുന്നതിനുള്ള ധൈര്യം അവനില്ലായിരുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ അത്തനേഷ്യസ് ആശ്ചര്യപ്പെടുന്നു. ഓ അനുഗ്രഹിക്കപ്പെട്ട തസ്കര, ആ പശ്ചാത്താപം കൊണ്ട് ദൈവരാജ്യം കൂടി നീ മോഷ്ടിച്ചിരിക്കുന്നുവെന്ന്. പരിശുദ്ധനായ ഈ അനുതാപി കുരിശിൽ കിടന്നുകൊണ്ട് ഇതര പുണ്യങ്ങളും അഭ്യസിച്ചു. യേശുവിൻ്റെ നിരപരാധിത്വം പ്രഘോഷിച്ചു. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രവൃത്തികൾക്കുള്ള അർഹിക്കുന്ന ശിക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
എന്നാൽ ദൈവേഷ്ടത്തിന് കീഴടങ്ങി മരിക്കുമ്പോൾ അവനെല്ലാം സമർപ്പിച്ച് സ്നേഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവന് പറയാൻ കഴിയുക, യേശുവേ, അവിടുത്തെ രാജ്യത്തിൽ എത്തുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. ഇടതുവശത്തെ കള്ളന് കുരിശ് നരകത്തിലേക്കുള്ള വഴി തുറന്നു കൊടുത്തു. രണ്ടുപേരും ഒരേ ശിക്ഷാവിധിയാണ് ഏറ്റെടുത്തത്. എന്നാൽ അവൻ്റെ ചിന്തകൾ, അവൻ്റെ വാക്കുകൾ, അവൻ്റെ മനോഭാവം ഒക്കെ ഈ ലോകത്തിൻ്റേതായിരുന്നത് കൊണ്ട് കുരിശ് അനുഗ്രഹമായി മാറിയില്ല. ഈശോയെ, കുരിശ് അനുഗ്രഹമായി മാറണമെങ്കിൽ ഈശോയെ കുരിശെടുക്കുന്നവൻ്റെ മനസ്സിനാണല്ലോ മാറ്റം ഉണ്ടാകേണ്ടത്. കുരിശെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, മനോഭാവത്തിലുള്ള മാറ്റമാണ് മാനസാന്തരത്തിലേക്കും അനുഗ്രഹത്തിലേക്കും സ്വർഗീയ പർദീസായിലേക്കും നയിക്കുന്ന വഴി തുറന്നു കൊടുക്കുന്നത് എന്ന തിരിച്ചറിവ് ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. ഓ ഈശോയെ, നല്ല കള്ളന് കുരിശ് പർദീസായിലേക്കുള്ള ഏണിയായി ഭവിച്ചു. സ്വന്തം മരണത്തെ രക്ഷകൻ്റെ മരണത്തോട് ബന്ധിച്ച വിശുദ്ധനായ വ്യക്തിയായി തീർന്നു വലതുവശത്തെ കള്ളൻ. ഓ ഈശോയെ, എൻ്റെ ജീവിതം ഒരു ബലിയായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന് കുരിശിൽ നീ സമർപ്പിച്ച ബലിയോട് ചേർത്ത് എൻ്റെ ജീവിതവും മരണവും സമർപ്പിക്കുന്നതിനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ ഞാൻ നിൻ്റെ കൃപയിൽ മരിക്കട്ടെ. ഭൗമികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രയായി എന്നെ സർവശക്തിയോടും നിർമ്മലതയോടും കൂടി അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതിന് എനിക്കിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല കള്ളൻ്റെ, വലതുവശത്തെ കള്ളൻ്റെ ചിന്താഗതികളോടെ നന്മ മാത്രം കാണുവാനും നല്ലത് തിരിച്ചറിയുവാനും സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുവാനും എല്ലാം ഈശോയെ എന്നെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലും ഭാരങ്ങളുണ്ട്, കുരിശുകളുണ്ട്, വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. അതൊക്കെയും അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി മാറ്റുവാൻ, സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുവാൻ ഈശോയെ അങ്ങ് എന്നെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സത്യങ്ങളൊക്കെ ഞാൻ മറന്നു പോവുകയും അസ്വസ്ഥപ്പെടുകയും പിറുപിറുക്കുകയും അലറി വിളിക്കുകയും ഓടി മാറുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രകൃതത്തെ ഈശോയെ അവിടത്തേക്ക് അറിയാമല്ലോ. അവിടുന്ന് എന്നെ തൊടണമേ. അവിടുത്തെ ആ ഹൃദയത്തോട് എന്നെയും ചേർത്ത് വയ്ക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ ഭാരങ്ങൾ ലഘുവായി തീരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ലോകത്തിലെ എൻ്റെ യാതനകൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, ക്ലേശങ്ങളൊന്നും എനിക്കൊരു ഭാരമായി തീരില്ല, അനുഗ്രഹമായി തീരുമെന്ന തിരിച്ചറിവ് അനുഭവതലത്തിൽ തന്നെ, ബോധതലത്തിൽ തന്നെ എനിക്കും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വിനയത്തോടെ അവിടുത്തെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് എൻ്റെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വർഗത്തിലെത്താനുള്ള ആഗ്രഹത്തെ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ രക്ഷയുടെ ഫലം എനിക്കും സ്വന്തമാക്കാൻ കഴിയട്ടെ. അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു, തീവ്രമായി ആഗ്രഹിക്കുന്നു. അങ്ങ് വഴി നടത്തണമേ, കരം പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. നൽകി മക്കളെ ധന്യരാക്കാൻ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ യേശു
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ.